ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. ഗോമൂത്രം കുടിച്ചപ്പോൾ എന്റെ സ്ഥാനാർബുദം സുഖമായി എന്നാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. ആ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ നിലവിലെ അവസ്ഥ എന്താണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യക്കും താങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല. ഗോമൂത്രത്തിന്റെ പരസ്യം തന്നെ ചെയ്ത പ്രഗ്യാ സിംഗ് ഠാക്കൂർ നിലവിൽ ഗോമൂത്രത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല എന്നുള്ളത് ഈ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മാലേഗാവ് സ്ഫോടന കേസാണ്. മാലേഗാവ് സ്ഫോടന കേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ ആദ്യം വരുന്ന ചിത്രവും പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ തന്നെയാണ്. പ്രതിപട്ടികയിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറും ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ ഈ സംഘിക്കീടങ്ങൾ വിറച്ചുപോയി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ മാലേഗാവ് സ്ഫോടന കേസിൽ പോലീസിന്റെ അന്വേഷണം അഥവാ ആന്റി ടെററിസ്റ്റ് കോഡിന്റെ അന്വേഷണം പോയിരുന്നത് മുസ്ലിങ്ങളിലേക്കായിരുന്നു. പിന്നീടാണ് ഈ കേസിന് പിന്നിൽ മുസ്ലിങ്ങളല്ല എന്നും ഹിന്ദുത്വ തീവ്രവാദികളാണ് ഈ സ്ഫോടനം നടത്തിയതെന്നും പോലീസ് ഉറപ്പുവരുത്തുന്നു. ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ പോലീസിന്റെ അന്വേഷണം പോവുകയും ആ പ്രതിപട്ടികയിലേക്ക് നിലവിൽ പാർലമെന്റ് MP ആയിട്ടുള്ള പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ പേരും കടന്നു വരുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം, രാജ്യവിരുദ്ധ പ്രവർത്തനവും ഭീകരവാദ പ്രവർത്തനവും ചെയ്ത ഒരാളാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇരിക്കുന്നത് എന്ന്. പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് നിലവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് ക്യാൻസർ ഉള്ള വിവരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രഗ്യാ സിംഗ് ഠാക്കൂർ തന്നെ ഒരു ദൃശ്യത്തിലൂടെ കടന്നു വന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത്, എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു കണ്ണിന് 25% മാത്രമേ കാഴ്ചയുള്ളൂ. എൻ്റെ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ പഴുത്ത് അവിടെയൊക്കെ പഴുപ്പ് വന്ന് അസഹനീയമായ വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ നിലവിൽ രംഗത്ത് വന്ന് ഒരു ദൃശ്യത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ മുന്നോട്ട് വരാനുള്ള കാരണം പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ചില പ്രദേശങ്ങളിൽ കോൺഗ്രസ്സുകാരാണോ അഥവാ മറ്റു പ്രതിപക്ഷ പാർട്ടികളാണോ എന്നറിയില്ല, പലയിടങ്ങളിലും പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നു. ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ തൻ്റെ നില എന്താണ് എന്ന് പറയാൻ ദൃശ്യത്തിലൂടെ രംഗത്ത് വന്നത്. എന്തായാലും പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഗോമൂത്രത്തിലൂടെ ക്യാൻസറിന് ഒരു പരിഹാരവുമില്ല എന്ന് അവരുടെ അവസ്ഥയിലൂടെ തന്നെ തെളിയിച്ചു തരുമ്പോൾ ഗോമൂത്രം എന്നുള്ളത് BJPയുടെ വെറും ഒരു രാഷ്ട്രീയ നാടകമാണ് എന്നുള്ളത് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക. രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്കൊക്കെ അതറിയാം. പക്ഷേ ഇത് വിശ്വസിച്ച് ഗോമൂത്രം കുടിച്ച പാവങ്ങളെ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഗോമൂത്രം കൊണ്ട് ഒരു നടപടിയുമില്ല. ഒപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് ക്യാൻസർ ബാധിച്ച് നില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഭയമുള്ളത് BJPക്ക് തന്നെയാണ്. കാരണം BJPക്ക് ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തീവ്ര ഹിന്ദുത്വവാദിയും കൂടിയാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ. ചില ഘട്ടങ്ങളിൽ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇത്തരം ഹിന്ദുത്വവാദികളെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രമായി സംസാരിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ BJPക്കുള്ള ഒരു തുറുപ്പ് ചീട്ടും കൂടിയാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ. ആ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ക്യാൻസറിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ് BJP ലോകം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.